മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം തിരിച്ചു വരുമോ? മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള നിരവധി ആശങ്കകളാണ് ലോകമെമ്പാടുമുള്ള മലയാള സിനിമാ പ്രേമികൾക്കിടയിൽ ഉണ്ടാകുന്നത്. മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ അഭിനയ ജീവിതം ആരംഭിച്ച നിരവധി പ്രമുഖരായിട്ടുള്ള അഭിനേതാക്കൾ ഇന്നും മലയാള സിനിമയിൽ തുടരുന്നുണ്ട്. എങ്കിൽ കൂടിയും സജീവമായിട്ടുള്ള അവരുടെ പ്രവർത്തനം ഉണ്ടെങ്കിൽ കൂടിയും മലയാള സിനിമയ്ക്ക് പഴയ പ്രതാപം തിരിച്ചു കിട്ടുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ പോയാൽ മലയാള സിനിമയുടെ ഭാവി എന്തായിരിക്കുമെന്നുള്ള ഒരു ആശങ്ക മലയാള സിനിമാ പ്രേമികർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ അഭിനയ ജീവിതം ആരംഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ഇന്നും മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങളായി തുടരുന്നു എന്നുള്ളതാണ് ഏക ഒരു ആശ്വാസം. ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമയുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു ആശയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോക്ക് താഴെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വളരെ വിഭിന്നങ്ങളായിട്ടുള്ള കമൻസാണ് പലയിടത്തുനിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ചിലർ പറഞ്ഞിരിക്കുന്നത് 10-20 വർഷങ്ങൾക്ക് ശേഷം മലയാള സിനിമ തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. മറ്റു ചിലർ പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമ മാത്രമല്ല സിനിമ എന്നൊരു വ്യവസായം അല്ലെങ്കിൽ സിനിമ എന്നൊരു കലാരൂപം തന്നെ മൺമറഞ്ഞു പോകും എന്നാണ് മറ്റു ചിലർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശങ്ക നിറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ വളരെ നെഗറ്റീവ് തോന്നിക്കുന്ന രീതിയിലുള്ള കമൻസാണ് എനിക്ക് പലയിടത്തുനിന്നും ലഭിച്ചത്. തീർച്ചയായിട്ടും അതൊക്കെ അവരുടെ ആശങ്ക തന്നെയാണ്, മലയാള സിനിമാ പ്രേമികളുടെ ഒരു ആശങ്ക തന്നെയാണ് അവരിലെ കമൻസായിട്ട് വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി മലയാള സിനിമയ്ക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും 2023 റിലീസായുള്ള സിനിമകളെ ഒന്ന് അവലോകനം ചെയ്തു കഴിഞ്ഞാണെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ 2023 നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും അധികം സാമ്പത്തിക വിജയം നേടിയിട്ടുള്ള 200 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിട്ടുള്ള സിനിമ റിലീസായിട്ടുള്ളത് 2023 മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഏറ്റവും ധൈര്യമായിട്ടുള്ള ഒരു ചലച്ചിത്ര സമീപനം നടത്തിയിട്ടുള്ളത് 2023 അതായത് മലയാള സിനിമ ചട്ടക്കൂടുകളെ ഭേദിച്ച് പ്രേക്ഷകർ സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയെല്ലാം മറന്നുകൊണ്ട് ധൈര്യസമേതം വളരെ ബോൾഡായിട്ടുള്ള ഒരു പ്രമേയത്തെ ആസ്പദമാക്കി സൂപ്പർ താരത്തെ നായകനാക്കി ഒരു കൊമേഴ്ഷ്യൽ സിനിമ റിലീസ് ചെയ്യുകയുണ്ടായി. അതിന് പ്രേക്ഷകരുടെയും നിരൂപകരുടെയും മാധ്യമ പ്രവർത്തകരുടെയൊക്കെ സമ്പൂർണ്ണ പിന്തുണ ലഭിക്കുകയും അത് വമ്പൻ ഹിറ്റായി മുന്നേറുകയും ചെയ്തു എന്നുള്ളതാണ് പുതിയൊരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നത്. അതും നടന്നത് ഈ 2023 അതുപോലെ തന്നെ 2023 ഇന്ത്യയിലെ ഏറ്റവും അധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആക്ടർ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിയാണ് എന്നുള്ളത് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2023 ഒരു സിനിമ വിജയിക്കണമെന്നുണ്ടെങ്കിൽ വലിയ ബഡ്ജറ്റൊന്നും വേണ്ട, അല്ലെങ്കിൽ സൂപ്പർ താരങ്ങളുടെ അല്ലെങ്കിൽ വലിയ താരങ്ങളുടെ ഒന്നും സാന്നിധ്യം വേണ്ട എന്ന് തെളിയിച്ചതും 2023 വളരെ കൊച്ചു സിനിമകൾ, ലോ ബഡ്ജറ്റിൽ നിർമ്മിച്ചുള്ള വളരെ കൊച്ചു സിനിമകൾ വമ്പൻ സാമ്പത്തിക വിജയം നേടിയിട്ടുള്ള ചരിത്രവും 2023 നടന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ 2023 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നടന്നിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2023 മലയാള ഭാഷയിൽ റിലീസായിട്ടുള്ള സിനിമകളെക്കുറിച്ചുള്ള ഒരു സമ്പൂർണ്ണ അവലോകനമാണ്. ഏറ്റവും അധികം കളക്ഷൻ നേടിയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഏറ്റവും മികച്ച സിനിമകൾ, അതുപോലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള നടന്മാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വർഷം റിലീസായിട്ടുള്ള സിനിമകളെക്കുറിച്ച് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു കൗണ്ട് ഡൗൺ ആണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി കൗണ്ട് ഡൗൺ ഫോർ ടോപ്പ് 8 മലയാള മൂവീസ് റിലീസ്ഡ് ഇൻ 2023. നമ്പർ 10, ഫാലിമി. 2023 നമ്മൾ കണ്ട വ്യത്യസ്തതയും പുതുമയുമുള്ള ഒരു സിനിമയായി ഫാലിമിയെ കാണാം. ഒരു ചെറിയ കുടുംബത്തിലെ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും സ്വല്പം നർമ്മം ചേർത്ത് അവതരിപ്പിച്ച ഫാലിമി കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന 2023 ഒരു മികച്ച ചിത്രം തന്നെയാണ്. മുത്തശ്ശനുമായി കാശിക്ക് പോകുന്ന കുടുംബം യാത്രക്കിടയിൽ നേരിടുന്ന സംഘർഷങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും രസകരമായി അവതരിപ്പിച്ച ഫാലിമിയിൽ ബേസിൽ ജോസഫ്, ജഗദീഷ്, മഞ്ജു പിള്ള, സന്ദീപ് എന്നിവരാണ് മുഖ്യവേഷത്തിലെത്തിയത്. നവാഗതനായ നിതീഷ് സഹദേവ് സംവിധാനം ചെയ്ത ഈ ലോ ബഡ്ജറ്റ് ചിത്രം നിരൂപക പ്രശംസയും സാമ്പത്തിക വിജയവും നേടി. നമ്പർ 9, ഗരുഡൻ. ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമകൾക്ക് എന്നും സ്വീകാര്യത ലഭിക്കുന്ന മലയാള പ്രേക്ഷകർക്കിടയിലേക്ക് വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ച ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ് ഗരുഡൻ. വളരെ കാലത്തിനു ശേഷം സുരേഷ് ഗോപിയും ബിജു മേനോനും ഒന്നിച്ച ഗരുഡൻ മിഥുൻ മാനുവൽ തോമസിൻ്റെ തിരക്കഥയിൽ നവാഗതനായ അരുൺ വർമ്മയാണ് സംവിധാനം ചെയ്തത്.
7 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം 28 കോടി ബോക്സ് ഓഫീസ് കളക്ഷനാണ് നേടിയത്. സുരേഷ് ഗോപിയും ബിജു മേനോനും മത്സരിച്ചഭിനയിച്ച ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം സസ്പെൻസും ട്വിസ്റ്റും നിറഞ്ഞ തിരക്കഥ തന്നെയാണ്. നമ്പർ 8 കൊറോണ പേപ്പേഴ്സ്. പ്രിയദർശൻ യുവതാരങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കി സിനിമകൾ ചെയ്യാറില്ല എന്ന പരാതി തീർത്ത സിനിമയാണ് കൊറോണ പേപ്പേഴ്സ്. അഖിര കുറസോവയുടെ സ്ട്രേ ഡോഗ് എന്ന സിനിമയിൽ നിന്നും പ്രചോദനം കൊണ്ട് പ്രിയദർശൻ തിരക്കഥയും സംവിധാനം നിർവഹിച്ച ചിത്രം ആഖ്യാന രീതി കൊണ്ട് വ്യത്യസ്തമായിരുന്നു. പ്രേക്ഷകരെ എൻഗേജിംഗ് ആക്കുന്നതിൽ മികവ് പുലർത്തിയ ഈ ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ സിദ്ദീഖിൻ്റെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടു. ഷെയ്ൻ നിഗം, ഷൈൻ ടോം ചാക്കോ എന്നിവരും ഗംഭീര പ്രകടനമാണ് കാഴ്ചവച്ചിരുന്നത്. തിയേറ്റർ റിലീസിൽ വേണ്ടത്ര പോസിറ്റീവ് റിവ്യൂ ലഭിച്ചില്ലെങ്കിലും OTT റിലീസിന് ശേഷം കൊറോണ പേപ്പേഴ്സിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. നമ്പർ 7 പാച്ചുവും അത്ഭുത വിളക്കും. ഏത് രീതിയിലുള്ള കഥാപാത്രവും തനിക്ക് വഴങ്ങുമെന്ന് ഫഹദ് ഫാസിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഈ ചിത്രത്തിലെ പാച്ചുവായി അഭിനയിച്ചുകൊണ്ട്. സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അഖിൽ സത്യൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പാച്ചുവും അത്ഭുത വിളക്കും ഒരു അഡ്വഞ്ചറസ് കോമഡി ഡ്രാമയാണ്. വളരെ രസകരമായ സംഭവവികാസങ്ങൾ ഉൾപ്പെടുത്തി പറഞ്ഞുപോയ സിനിമ പക്ഷേ ഗൗരവമായ വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്തത്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയ സിനിമയിൽ നായികയായെത്തിയ അഞ്ജന മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മുകേഷ്, ഇന്നസെൻറ്റ്, ശാന്തികൃഷ്ണ തുടങ്ങിയവർ അഭിനയിച്ച ചിത്രത്തിൽ വിനീത് അവതരിപ്പിച്ച കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. നിരൂപക പ്രശംസയോടൊപ്പം സാമ്പത്തിക വിജയം ഈ ചിത്രം നേടി. നമ്പർ 6 രോമാഞ്ചം. മലയാള സിനിമയിൽ വ്യത്യസ്തമായ തിരക്കഥയ്ക്ക് പഞ്ഞമില്ലെന്ന് തെളിയിച്ച രോമാഞ്ചമാണ് 2023 ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചിത്രം. 2007 കാലഘട്ടത്തിൽ ബാംഗ്ലൂരിൽ താമസിച്ചിരുന്ന 7 ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ ഓജോ ബോർഡ് കളിക്കുന്നതോടുകൂടിയുണ്ടായ സംഘർഷഭരിതമായ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി ഒരുക്കിയ ഹൊറർ കോമഡിയാണ് രോമാഞ്ചം. അർജുൻ അശോകൻ, സൗബിൻ സാഹിർ, ചമ്പൻ വിനോദ് തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് നവാഗതനായ ജിത്തു മാധവനാണ്. സുഷിൻ ശ്യാമിൻ്റെ സംഗീതത്തിലൊരുക്കിയ ചിത്രത്തിലെ ഗാനങ്ങൾ വമ്പൻ ഹിറ്റായിരുന്നു. കുറഞ്ഞ മുടക്കുമുതലിൽ നിർമ്മിച്ച രോമാഞ്ചം 70 കോടി രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത്. നിരൂപക പ്രശംസ നേടിയ ഈ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. നമ്പർ 5 RDX. ഒട്ടും പ്രീ പബ്ലിസിറ്റി ഇല്ലാതെ വമ്പൻ ചിത്രങ്ങളോട് മത്സരിച്ച് ഓണത്തിന് റിലീസ് ചെയ്ത് 100 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമാണ് RDX. പ്രണയവും പകയും വയലൻസും കൂട്ടിക്കലർത്തിയ ഒരു ഫാമിലി ഡ്രാമ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് RDX അഥവാ റോബർട്ട് ടോണി സേവ്യർ. ഷെയ്ൻ നിഗം, ആൻ്റണി വർഗീസ്, നീരജ് മാധവ് എന്നിവർ മത്സരിച്ചഭിനയിച്ച ഈ ചിത്രത്തിൽ നായികയായി വന്ന മഹിമ ഏറിയ പ്രശംസ പിടിച്ചുപറ്റി. 2023 ഏറ്റവും അധികം ജനപ്രിയമായ ഗാനവും ഈ ചിത്രത്തിലേതാണ്. നവാഗതനായ നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ആക്ഷൻ കൊറിയോഗ്രാഫിയും BGMഉം മികച്ചു നിന്നു. കേവലം 8 കോടി മുടക്കി 100 കോടി ക്ലബിലെത്തിയ താരത്തിളക്കമില്ലാത്ത ചിത്രമായി RDX ഏറെ പ്രശംസിക്കപ്പെട്ടു. നമ്പർ 4 കണ്ണൂർ സ്ക്വാഡ്. തൻ്റെ 72ാമത്തെ വയസ്സിലും സാഹസികത നിറഞ്ഞ ആക്ഷൻ രംഗങ്ങൾ കാണിച്ച് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയ മമ്മൂട്ടി ഈ വർഷവും മലയാളികളെ വിസ്മയിപ്പിച്ചു. പോലീസ് വേഷങ്ങളിൽ ഏറ്റവും തിളങ്ങുന്ന മലയാള നടൻ താൻ തന്നെയാണെന്ന് മമ്മൂട്ടി എന്ന മഹാനടൻ ഒരിക്കൽ കൂടി ഈ ചിത്രത്തിലൂടെ തെളിയിച്ചു. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് നവാഗതനായ റോബി വർഗീസ് രാജ് സംവിധാനം ചെയ്ത കണ്ണൂർ സ്ക്വാഡ് 30 കോടി മുടക്കിയാണ് 100 കോടിയിലധികം ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്. കാസർകോട്ടെ വ്യാപാരിയുടെ കൊലപാതക കേസ് അന്വേഷണത്തിനായി ഉത്തരേന്ത്യയിൽ പോയി സാഹസികമായി പ്രതികളെ പിടിച്ചുകൊണ്ടുവന്ന കണ്ണൂർ സ്ക്വാഡിൻ്റെ യഥാർത്ഥ സാഹസിക യാത്രയാണ് ഈ ചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. സുഷിൻ ശ്യാമിൻ്റെ പശ്ചാത്തല സംഗീതവും സിനിമാറ്റോഗ്രഫിയും മികച്ച ആക്ഷൻ കൊറിയോഗ്രഫിയുമെല്ലാം
കണ്ണൂർ സ്ക്വാഡിന് മികച്ച നിലവാരം നൽകി. നമ്പർ 3 നേര്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച കോർട്ട് റൂം ഡ്രാമ എന്ന് വിശേഷിപ്പിക്കാവുന്ന നേര് മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൻ്റെ വക മലയാള സിനിമയ്ക്കുള്ള മറ്റൊരു കോൺട്രിബ്യൂഷനാണ്. കോടതി നടപടികളും രീതികളും വകുപ്പുകളുമെല്ലാം സസൂക്ഷ്മമായി പഠിച്ച് തയ്യാറാക്കിയ കെട്ടുറപ്പുള്ള തിരക്കഥയാണ് നേരിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച വക്കീൽ വേഷമെന്ന് അടിവരയിട്ട് പറയാവുന്ന കഥാപാത്രമാണ് ഈ ചിത്രത്തിലെ അഡ്വക്കേറ്റ് വിജയമോഹൻ. പീഡനത്തിനിരയായ അന്ധയായ യുവതിക്ക് വേണ്ടിയെത്തുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ലാലേട്ടൻ അതിഗംഭീരമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അനശ്വര രാജൻ എന്ന നടിയാണ് നേര് കണ്ട ഓരോ പ്രേക്ഷകനെയും തൻ്റെ അഭിനയം കൊണ്ട് വിസ്മയിപ്പിച്ച മറ്റൊരാൾ. വേണ്ടത്ര പ്രീ പബ്ലിസിറ്റി ഇല്ലാതെ വന്ന് ക്രിസ്മസിന് റിലീസായ നേര് ദൃശ്യം പോലെ ഒരു സൈലൻറ്റ് ഹിറ്റായി 2023 മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറി. നമ്പർ 2 കാതൽ ദിക്കോർ. മുഖ്യധാര സിനിമകൾ പലപ്പോഴും പറയാൻ മടിച്ച പേടിച്ച പ്രമേയം ധൈര്യസമേതം പ്രബുദ്ധരായ മലയാളി സമൂഹത്തിന് മുന്നിൽ സധൈര്യം അവതരിപ്പിച്ച് നിരൂപക പ്രശംസയും സാമ്പത്തിക വിജയവും അംഗീകാരങ്ങളും നേടിയ ചിത്രമാണ് കാതൽ ദിക്കോർ. മമ്മൂട്ടി എന്ന മഹാനടൻ തൻ്റെ അഭിനയ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിലും കാതൽ ദിക്കോറിലെ മാത്യു ദേവസി എന്നും വേറിട്ട് നിൽക്കും. ഒരു അഭിനേതാവിൻ്റെ സിനിമകളോടുള്ള ഭ്രമവും സാമൂഹ്യ പ്രതിബദ്ധതയും സ്വയം എക്സ്പെരിമെൻ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഇന്ത്യയിലെ മോസ്റ്റ് വേഴ്സറ്റൈൽ ആക്ടർ എന്ന് ദേശീയ മാധ്യമങ്ങൾ മമ്മൂട്ടി എന്ന നടനെ വാഴ്ത്തിയ ചിത്രമാണ് കാതൽ ദിക്കോർ. മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത് ജിയോ ബേബി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിലെ ഓമനയായി വന്ന ജ്യോതികയുടെ പ്രകടനവും മികച്ചതായിരുന്നു. സിനിമ കൈകാര്യം ചെയ്ത പ്രമേയം പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾക്ക് വിധേയമായെങ്കിലും നിരൂപകരും ബഹുഭൂരിഭാഗം വരുന്ന പ്രേക്ഷകരും നവമാധ്യമങ്ങളും കാതലിനെ നെഞ്ചിലേറ്റി സ്വീകരിച്ചു. നമ്പർ 1 2018 കേരളം നേരിട്ട പ്രളയം എന്ന മഹാദുരന്തം ഒരിക്കൽ കൂടി തിയേറ്ററിൽ നിന്ന് അനുഭവിക്കുന്ന രീതിയിൽ, കാണുന്ന ഓരോ പ്രേക്ഷകനും തോന്നുന്ന രീതിയിൽ ദൃശ്യവൽക്കരിച്ച 2018 തന്നെയാണ് 2023 ഏറ്റവും മികച്ച സിനിമ. കേരളീയ ജനതയുടെ സാഹസികതയുടെയും അതിജീവനത്തിൻ്റെയും ഒത്തൊരുമയുടെയും മഹാത്മ്യം ലോകശ്രദ്ധ ആകർഷിക്കും വിധം 2018 പ്രളയത്തെ പശ്ചാത്തലമാക്കി ഒരുക്കിയ തിരക്കഥയും അത് വിഷ്വൽ എഫക്ട്സിൻ്റെ അതിപ്രസരമില്ലാതെ സാഹസികമായ സെറ്റുകളിട്ട് ചിത്രീകരിച്ച സംവിധാന മികവും 2018 മികച്ച സിനിമയാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. സിനിമ കാണുന്ന ഓരോ മലയാളിയും അതിലെ കഥാപാത്രങ്ങളായി സ്വയം തോന്നിപ്പോകുമെങ്കിലും ചിത്രത്തിലെ ആനന്ദ് എന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കാൻ ടൊവിനോ തോമസിന് സാധിച്ചു. ആസിഫ് അലി, ലാൽ, നരേൻ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയവരോടൊപ്പം ബാലതാരങ്ങളും ചിത്രത്തിൽ ഗംഭീര പ്രകടനം നടത്തി. ചിത്രത്തിൻ്റെ ആത്മാവായി നിലകൊണ്ടത് സിനിമയിലെ സൗണ്ട് ഇഫക്ട്സ് ആണ്. സിനിമാറ്റോഗ്രാഫിയും എഡിറ്റും ഗംഭീരമാക്കിയ 2018 സമ്പൂർണ്ണ മികവിന് സംവിധായകൻ ജൂഡ് ആൻ്റണി ജോസഫ് കയ്യടി അർഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് 2023 റിലീസായിട്ടുള്ള ഏറ്റവും മികച്ച സിനിമകൾ. ഇതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമകൾ, നിങ്ങളുടെ പ്രിയതാരങ്ങളുടെ സിനിമകൾ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു സിനിമ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ നന്നായനെ എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമയുടെ പേരും ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യണം. ഈ വീഡിയോയെക്കുറിച്ച് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് ആൻഡ് എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഈസ് ജുബൈർ സൈനിങ് ഓഫ്.